ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, അതിനാൽ അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു. രക്ഷ എന്നത് സങ്കീർണമല്ല. രക്ഷ എന്നത് താങ്കൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒന്നിനു വേണ്ടി താങ്കൾക്ക് സൂക്ഷിക്കാൻ കഴിയാത്തതിനെ വ്യാപാരം ചെയ്യുന്നതാണ്. ഇതെല്ലാം യേശുവിനെ കുറിച്ചാണ്. അവനിൽ മാത്രം വിശ്വസിക്കുന്നതും അവനെക്കുറിച്ചുള്ള ബൈബിളിലെ എല്ലാ സത്യങ്ങളെക്കുറിച്ചും ഉള്ളതാണ്. രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബൈബിൾ അത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. യോഹന്നാൻ 3:16-18 വരെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു. തന്നെക്കുറിച്ച് യേശു പറയുന്നത് വിശ്വസിക്കുന്നതാണ് നമ്മെ രക്ഷിക്കുന്നത്. യോഹന്നാൻ 14:6. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. തൻ്റെ ഏകപുത്രനായ യേശുവിലൂടെ ദൈവം ചെയ്യാൻ തയ്യാറായതിൽ നാം ആശ്ചര്യപ്പെടണം. റോമർ 5:6-11 വരെ. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. യേശുവിൽ വിശ്വസിക്കാൻ നാം വിളിക്കപ്പെട്ടതുപോലെ ബൈബിളിൽ ഒരു മനുഷ്യനെ അങ്ങനെ ചെയ്യുവാൻ ഉത്സാഹിപ്പിച്ചതെങ്ങനെയെന്ന് കാണുക. പ്രവൃത്തികൾ 16:29-31 വരെ. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. ശാശ്വതമായ സന്തോഷത്തിലേക്കും സ്വർഗത്തിലേക്കുമുള്ള പ്രവേശനം നാം ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ഒന്നും നേടാനാവില്ലെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. പാപത്തിനെതിരായ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ക്രോധത്തെ ശമിപ്പിപ്പാൻ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടും കഴിയുകയില്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന ഏക ഒരു പ്രവേശന കവാടം മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ. യേശുവിലൂടെ മാത്രം വിശ്വസിക്കുകയും രക്ഷ എന്ന ദാനം സ്വീകരിക്കുകയും ചെയ്യുന്നത് ഓരോരുത്തരും ചെയ്യേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ്. യോഹന്നാൻ 1:11-12. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എങ്ങനെയാണ് ഒരാൾ യേശുവിനെ സ്വീകരിക്കുന്നത്? അവനെ സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ശാശ്വതമായ നിത്യരാജ്യത്തിലേക്കുള്ള ഏകവാതിലായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ് സ്വീകരിക്കുക എന്നതിന് അർത്ഥം. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസ്യർ 2:4-9 വരെ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു.
കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. യേശു എന്നോട് ക്ഷമിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമോ? അതോ താങ്കൾ വളരെയധികം തെറ്റ് ചെയ്തുവെന്നും ദൈവം താങ്കളോട് ക്ഷമിക്കരുതെന്ന് തീരുമാനിക്കുന്നുവെന്നും താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ തന്റെ മുന്നിലേക്ക് വലിച്ചിഴച്ചപ്പോൾ യേശു ചെയ്യുന്നതും അവിടുന്ന് പറയുന്നതും കാണുക. യോഹന്നാൻ 8:11-12. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. തങ്ങൾക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ടെന്ന് അംഗീകരിക്കുന്ന പാപികൾക്ക് വേണ്ടിയാണ് യേശു വന്നത്. താങ്കളുടെയും ഓരോ വ്യക്തിയുടെയും മുമ്പിലുള്ള ചോദ്യം ലളിതമാണ്. താങ്കളുടെ ഇപ്പോഴത്തെയും എന്നേക്കുമായി ജീവിതത്തിലും താങ്കൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നുവോ? താങ്കൾ നിത്യത എവിടെ ചിലവഴിക്കും? എബ്രായർ 9:27-28. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഈ ലോകത്ത് ജനിച്ചവരെല്ലാം മരിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? വ്യക്തിപരമായി ഒരു ദിവസം താങ്കൾ മരിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? താങ്കൾ മരിക്കുമ്പോൾ താങ്കൾക്ക് എന്ത് സംഭവിക്കും? താങ്കൾ എവിടെ പോകും? സ്വർഗവും നരകവും ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? സ്വർഗമുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിത്യത ചെലവഴിക്കാൻ അവിടെ പോകുന്നത് താങ്കൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുകൂടാ? 1 തീമോഥെയോസ് 2:3-6. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. താങ്കൾ രക്ഷിക്കപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. താങ്കൾ അവനിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമോ? പ്രവൃത്തികൾ 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. യേശു സ്വർഗത്തിൽ സ്ഥലം ഒരുക്കിയതിൽ താങ്കൾക്ക് ഒരു ഇടം ഉണ്ടോ? യോഹന്നാൻ 14:1-3. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ താങ്കൾക്ക് ഒരു പുതിയ ആത്മാവ് നൽകുമെന്നും അവൻ്റെ പുതുതായി സൃഷ്ടിച്ച പൂർണ്ണമായ ലോകത്ത് എന്നേക്കും അവനോടൊപ്പം ജീവിക്കാൻ താങ്കളെ അവൻ്റെ കുടുംബത്തിലേക്ക് ആത്മീയമായി ജനിപ്പിക്കുമെന്നും ദൈവം പ്രഖ്യാപിച്ചു. ദൈവത്തിന് കള്ളം പറയുക അസാധ്യമാണ്. ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ സത്യവും എന്നേക്കും സ്ഥിരവുമാണ്. യേശുവിനോടൊപ്പം താങ്കൾക്ക് നിത്യജീവൻ ഉണ്ടോ? 1 യോഹന്നാൻ 5:13. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ.